ഹലോ മക്കളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 2017 മുതൽ 19 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അവസാനം ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ അത് ലാസ്റ്റ് ടോപ്പിക്സ് ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ അത് കുറച്ച് തീരാനായിട്ടുണ്ടായിരുന്നു. അതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇന്നിപ്പോൾ നമുക്കതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. മാക്സിമം നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് ഇന്ന് എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം 12ാമത്തെ ക്വസ്റ്റ്യൻ വരെയായിരുന്നു ചെയ്ത് നിർത്തിയത്. 13ാമത്തെ നിങ്ങൾക്ക് ഇപ്പം ഡിലീറ്റഡ് ടോപ്പിക്കാണ്. സോ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് 14ാമത്തെ ചോദ്യമാണ്. എന്താണ് ചോദ്യം നോക്കിക്കേ. വാട്ട് യു മീൻ ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി? റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് കറണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറിനെ നമ്മൾ ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ PQ ആണ് കണ്ടക്ടർ എന്ന് വിചാരിക്കുക. ഇവിടെ നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് എൻഡിൽ നിന്നും ഇവിടെയുള്ള ഇലക്ട്രോൺസ്, കണ്ടക്ടറിനകത്ത് എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസ് Qയിൽ നിന്നും Pയിലേക്ക് മൂവ് ചെയ്യും ബിക്കോസ് ഓഫ് ദിസ് നെഗറ്റീവ് ടെർമിനൽ. അങ്ങനെ ഓരോ ഇലക്ട്രോണും മൂവ് ചെയ്യുന്ന വെലോസിറ്റിയുടെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി സംഭവിക്കണമെങ്കിൽ അത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവണം. സോ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ദ ഇലക്ട്രോൺസ് മൂവ് ഫ്രം ദ നെഗറ്റീവ് എൻഡ് ടു ദ പോസിറ്റീവ് എൻഡ് ഓഫ് ദ കണ്ടക്ടർ. എന്ത് വെലോസിറ്റിയിലാണോ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്, ഈ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റീസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് വെലോസിറ്റിയെ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. കേട്ടോ, ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, യെസ്. എന്താണ് റിലേഷൻ എന്ന് പറയുന്നത്? I is equal to NAVD into E ആണ് റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. N നമ്പർ ഡെൻസിറ്റി ആണ്, A ഏരിയ ഓഫ് ദ കണ്ടക്ടർ ആണ്, VD is the drift velocity and E is the charge of electron. 15ാമത്തെ ചോദ്യം ശരിക്കും മൂവിങ് ചാർജസിൽ വരുന്നതാണ്. അതെങ്ങനെയോ അറിയാണ്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് കയറി വന്നതാണ് കേട്ടോ. ഗാൽവനോമീറ്റർ ഇസ് കണക്റ്റഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ദിസ് കോമ്പിനേഷൻ ക്യാൻ ബി യൂസ്ഡ് ആസ്. നോക്കിക്കുക, ഒരു ഷണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു ഗാൽവനോമീറ്ററും ഉണ്ട്. ഇത് പാരലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? ഈ ഗാൽവനോമീറ്റർ എന്തായിട്ടാണ് അവിടെ മാറിയത്? എമ്മീറ്റർ ആയിട്ട് കൺവേർട്ടഡ് ആവുകയാണ് ചെയ്യുന്നത്. ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മളൊരു ഹൈ റെസിസ്റ്റൻസ് ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ് വേണ്ടത്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഡയഗ്രത്തിനകത്ത് നോക്കൂ, ഇവിടെ ഗാൽവനോമീറ്ററും ഷണ്ടും നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ഗാൽവനോമീറ്ററും ഷണ്ടും പാരലായിട്ട് കണക്ട് ചെയ്യുന്ന വെച്ചാൽ അതിനർത്ഥം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഗാൽവനോമീറ്ററും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഷണ്ടും ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്, ദാറ്റ് ഇസ് G, IG ഇൻറ്റു G വിൽ ബി ഈക്വൽ ടു ഷണ്ടിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് I മൈനസ് IG ആണ് ഇൻറ്റു ഷണ്ട് റെസിസ്റ്റൻസ് S. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് വോൾട്ടേജ് അല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് S എന്താണ് കിട്ടുക? IG ഇൻറ്റു G ബൈ I മൈനസ് IG. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഷണ്ട് റെസിസ്റ്റൻസ്. ഓക്കെ, അടുത്തത് റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഈ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ലെങ്തിനെയും മെറ്റീരിയലിനെയും ക്രോസ് സെക്ഷണൽ ഏരിയനെയും അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ റെസിസ്റ്റിവിറ്റി ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെയും ടെമ്പറേച്ചറിനെയും മാത്രമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് എന്താണ് ആൻസർ വരുന്നത്? ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് മെറ്റീരിയൽ. ഏരിയ ഡിപ്പെൻഡ് ചെയ്യില്ല, ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദ എബോവും അല്ല ആൻസർ വരുന്നത്. റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. കാൽക്കുലേറ്റ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഫോളോയിങ് സർക്യൂട്ട്. അപ്പം നമ്മൾ ഇങ്ങനൊരു റെസിസ്റ്റർ നെറ്റ്വർക്ക്, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള റെസിസ്റ്റർ നെറ്റ്വർക്ക്സ് അധികം തരാറുള്ളൂ. ഇങ്ങനെ ഒരു റെസിസ്റ്റർ നെറ്റ്വർക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്യൂട്ടിലെ ടോട്ടൽ സർക്യൂട്ടിലെ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആ സർക്യൂട്ടിൻ്റെ ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം വോൾട്ടേജ് ഇവിടെയുണ്ട് 4 വോൾട്ടാണ്, നമുക്കിനി ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു. ഈ കറണ്ട് ഈ 2 ഓമിലൂടെ പോകുന്നു. പക്ഷേ ഈ കറണ്ട് കണ്ടോ, ഇവിടെ ഒരു ജംഗ്ഷൻ എത്തിക്കഴിയുമ്പം ഈ കറണ്ട് ഒന്ന് സ്പ്ലിറ്റായിട്ട് ഈ കറണ്ടിൻ്റെ ഒരു ഭാഗം ഈ 8 ഓമിലൂടെയും മറ്റൊരു ഭാഗം ഈ 8 ഓമിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് കറണ്ട്സ് ആണ് ഈ 2 റെസിസ്റ്റേഴ്സിലൂടെ പോകുന്നത്. എന്ന് വെച്ചാൽ ഈ 2 റെസിസ്റ്റേഴ്സും പാരലായിട്ടാണ് കണക്ട് ചെയ്യുക. റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ
കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും കേട്ടോ, കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ആദ്യം എന്ത് മനസ്സിലാക്കാം? ഈ 8 ഓമും ഈ 8 ഓമും പാരലലാണ്. രണ്ട് ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള എളുപ്പമുള്ള ഇക്വേഷനാണ് RP=R/N. R എന്താണ് ഇവിടെ? 8 ഓം ആണ് അല്ലേ? രണ്ട് റെസിസ്റ്റൻസസും സെയിം ആണെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഡിവൈഡഡ് ബൈ N. എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ 8/2 = 4 ഓം എന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ട് റെസിസ്റ്റേഴ്സിന് പകരം ഇത് കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ 4 ഓം എന്ന് എഴുതാം. അപ്പോൾ ഇതില്ല ഇനിയിപ്പോൾ. ഇനി നോക്കൂ, ഈ 2 ഓം ഈ 4 ഓം ഈ 2 ഓം സീരീസിലല്ലേ? അപ്പോൾ 2 + 4 + 2 എത്രയാണ് വരുന്നത്? 8 ഓം. സോ വാട്ട് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് സർക്യൂട്ട്? 8 ഓം. ഇനി നമുക്ക് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. വോൾട്ടേജ് എത്രയാണ്? 4 റെസിസ്റ്റൻസ് 8 ആണ്. ദാറ്റ് ഈസ് 0.5 ആംപിയർ. 0.5 ആംപിയർ ആണ് കറണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഇലക്ട്രിസിറ്റിയിലെ ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത നോക്കാം, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഇതിനകത്ത് ഫസ്റ്റ് ചോദ്യം നോക്കൂ. എ ചാർജ്ഡ് പാർട്ടിക്കിൾ enters a uniform magnetic field at an angle of 40 degree. Its path becomes helical path. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്താണ് ആംഗിൾ വരുന്നത്? 0 ആണ് അല്ലേ? അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? QVB sin θ ആണ്. θ 0 ആകുമ്പം sin 0 0 ആണ്. അപ്പോൾ നമുക്ക് ഫോഴ്സ് എന്താണ്? 0. ഇനി ഈ പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നതെങ്കിൽ തീറ്റ എന്താ വരുന്നത്? 90 ഡിഗ്രി വരും തീറ്റ അല്ലേ? അപ്പോൾ F = QVB sin 90 എന്ന് വരും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ഫോഴ്സ്? QVB sin 90 എന്ന് പറയുന്നത് 1 ആണ്. എന്ത് സംഭവിക്കും ഈ പാർട്ടിക്കിളിന്? പാർട്ടിക്കിൾ ഇങ്ങനെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി ഈ പാർട്ടിക്കിള് ഒരു ആംഗിളിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ, അതർ ദാൻ 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി, മറ്റേതെങ്കിലും ഒരു ആംഗിളിലാണ് ഈ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആ പാർട്ടിക്കിൾ എങ്ങനെ പോകുമെന്നറിയാമോ? ഇങ്ങനെ ഒരു ഹെലിക്കൽ പാത്തിൽ മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത്? 40 ഡിഗ്രിയിലാണ് എൻ്റർ ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഇറ്റ് മൂവ്സ് ഇൻ എ ഹെലിക്കൽ പാത്ത്. അപ്പോൾ 90 ഡിഗ്രിയിലാണെങ്കിൽ സർക്കുലർ പാത്ത്, 0 ഡിഗ്രിയിലാണെങ്കിൽ നോ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ, ആൻഡ് വാട്ട് ഇസ് ദാറ്റ്? Then other than 90 or 0 degree, the particle will move in a helical path. Okay. അതുപോലെ മറ്റൊരു ചോദ്യമാണിത്. 2 charged particles Q1 and Q2 are moving through a uniform magnetic field as shown in figure. അപ്പോൾ ഇവിടെ കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഇത് Q1 ഉം ഇത് Q2 ആണെന്ന് വിചാരിക്കൂ. ഈ Q1 എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഒരു ആംഗിളിൽ എൻ്റർ ചെയ്യാണ്. അപ്പോൾ ആ പാർട്ടിക്കിൾ എന്ത് മോഷൻ ആയിരിക്കും? ഹെലിക്കൽ പാത്തിലായിരിക്കും. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അത് എന്ത് പാത്തിലാണ് പോകുന്നത്? സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ F = QVB sin θ എന്ന് പറയുന്ന ഇക്വേഷൻ ഇല്ലേ? ആ ഇക്വേഷനെ നമുക്ക് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയാം. ഇലക്ട്രിക് ഫീൽഡിലാണ് പോകുന്നതെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത് ഇതേ സാധനം നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ F = QE ആണ്. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡും കൂടെ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ what is the equation for the force? F = QE plus Q into V cross B എന്ന് വരും. QVB sin θ എന്ന് പറഞ്ഞാൽ V cross B ആണ്. ഈ ഫോഴ്സിനെ പറയുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സ് ഒക്കെ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്, 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An electric charge Q is moving with a velocity v in the direction of magnetic field B. The magnetic force acting on the charge is, എന്താണ് ആൻസർ വരിക? 0 അല്ലേ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് 0. Now, starting from Biot-Savart's law, obtain an expression for the magnetic field at an axial point of a circular coil carrying current. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. സർക്കുലാർ കോയിലിൻ്റെ ഡെറിവേഷൻ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോവരുത്. നിങ്ങൾ ഇപ്പം ഡയറക്റ്റായിട്ട് ഡെറിവേഷനായിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും അതിനകത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം, അതിനകത്തുനിന്ന് പ്രോബ്ലംസ് ചോദിക്കാം ഇക്വേഷൻ വെച്ചിട്ട്. സോ അതെന്തായാലും പഠിച്ചു പോവുക കേട്ടോ. നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആൻഡ് അമ്മീറ്റർ ഇസ് എ, ഇതിൻ്റെ വേറൊരു പാർട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ബി പാർട്ട് ഓർ ക്വസ്റ്റ്യൻ്റെ, അതൊക്കെ പക്ഷേ ഡിലീറ്റഡ് ടോപ്പിക് ആയതുകൊണ്ടാണ്. ആൻഡ് അമ്മീറ്റർ ഇസ് എ കറണ്ട് മെഷറിംഗ് ഡിവൈസ് വിച്ച് ഈസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ്. അമ്മീറ്റർ എപ്പോഴും സീരീസിൽ മാത്രമേ കണക്ട് ചെയ്യുള്ളൂ. വോൾട്ട് മീറ്റർ ആണ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഇനി മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന അടുത്ത ചാപ്റ്ററിനകത്തുള്ള ക്വസ്റ്റ്യൻസ് 2017 to 19 ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ നമുക്കിപ്പം ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഡിലീറ്റഡ് ടോപ്പിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ടെറസ്ട്രിയൽ മാഗ്നറ്റിസം അല്ലെങ്കിൽ എർത്ത് മാഗ്നറ്റിസത്തിനകത്തുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതൊക്കെ ഡിലീറ്റഡ് ആയതുകൊണ്ടാണ് കംപ്ലീറ്റ് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഒഴിവാക്കി.
പക്ഷേ നിങ്ങൾ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ നിന്ന് മെയിനായിട്ട് പഠിക്കേണ്ടത് പാരാഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. തീർച്ചയായിട്ടും അത് പഠിക്കുക. നമ്മുടെ നോട്ടിനകത്ത് ലാസ്റ്റ് പേജിൽ ഒരു കോളം ഉണ്ട്, ഒരു ടേബിൾ ഉണ്ട്, പ്രോപ്പർട്ടീസ്, ഒരു 10-11 പ്രോപ്പർട്ടീസും അതിൻ്റെ കമ്പാരിസൺ പാരാഫെറോ. അത് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടും. പിന്നെ കുറച്ച് ടേംസ് റിലേറ്റഡ് ടു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇത്രയും പഠിച്ചാൽ മതി. പിന്നെന്താണ് ഇപ്പോൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇവിടെ, ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസവും കുളുംസ് ലോ ഇൻ മാഗ്നറ്റിസം. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ കഴിഞ്ഞു, സെറ്റായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. 2 long coaxial solenoids of same length are shown below. Define mutual inductance of the pair of coils. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലാണ് ഈ ആൻസർ കൊടുക്കേണ്ടത്. വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF is induced in the neighboring coil. അത് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ഡെഫിനിഷനാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്നുള്ളതാണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ φ = m × I ആണ്. അപ്പോൾ m = φ/I. ഇവിടെ നമുക്ക് I എന്ന് പറയുന്നത് 1 ആംപിയർ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും m = 5. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്? is the magnetic flux linked with the coil when unit current is passed through the neighboring coil. തൊട്ടടുത്ത കോയിലിലൂടെ 1 ആംപിയർ കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പുറത്തുള്ള കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണോ കിട്ടുന്നത് അതിനെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നതും മ്യൂച്വൽ ഇൻഡക്ഷനും രണ്ടാണ് കേട്ടോ. Derive an expression for the mutual inductance of 2 coaxial solenoids. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. 2 കോയിലിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? സെയിം തന്നെയാണ് കിട്ടുക. μ0 n1 n2 a/L ആണ് ഇക്വേഷൻ വരുന്നത് കേട്ടോ. അതിൻ്റെ ഡെറിവേഷനൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. റൈറ്റ് ദ ഡയമെൻഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. വളരെ നല്ലൊരു ചോദ്യമാണ്. ഡയമെൻഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ m = φ/I ആണ് അല്ലേ. φ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ നമുക്ക് B.A എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ കറണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് F = QVB എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് B = F/QV. F എന്താണ്? mL/2 Q എന്ന് പറയുന്നത് ചാർജ് ആണ്, കറണ്ട് ഇൻറ്റു ടൈം, ഇൻറ്റു V എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ആണ്, L/-1 ദാറ്റ് ഈസ് ഈക്വൽ ടു ടിയും T/-1 കട്ടായി, L കട്ടായി. സോ A മേലേക്ക് കൊണ്ടുപോവുക, T/-2 A/-1 ആണ് നമുക്ക് ബിയുടെ ഡയമെൻഷൻ ഫോർമുല കിട്ടിയത്. അതവിടെ കൊടുക്കുക. m(T/-2 A/-1) ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് L² ആണ്, ബൈ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം A ആണ് അല്ലേ. So that is equal to mL² T/-2 A മേലേക്ക് കൊണ്ടുവന്നാൽ A/-1 ആവും. ഇവിടെ A/-1 ഉണ്ട്, സോ A/-2 mL² T/-2 ആണ് ഡയമെൻഷണൽ ഫോർമുല ഫോർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അടുത്തത് derive an expression for self inductance of a solenoid. Another very important derivation. സെൽഫ് ഇൻഡക്റ്റൻസ് സോളിനോയിഡ് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോളൂ, കഴിഞ്ഞ വർഷത്തെ ഏതെങ്കിലും ഒരു എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെൽഫ് ഇൻഡക്റ്റൻസ്. μ0 n² a/L എന്ന് പറയുന്ന ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോൾ n ആണ്, സ്മോൾ n² ആണ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. n is നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. നെക്സ്റ്റ്, ചൂസ് ദ റോങ് ഓപ്ഷൻ. ഇതൊക്കെയാണ് പണ്ട് ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ. കുറച്ചൊരു എന്താ പറയുക, ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. ഇതിനകത്ത് തെറ്റായിട്ടുള്ള ഡെറിവേഷൻ എന്തുവാണ്, യൂണിറ്റ് ഏതാണെന്നുള്ളതാണ്. നമുക്കറിയാം വെബർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ്. ഹെൻറി എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. സെക്കൻഡ്സ് ആംപിയർ ഒക്കെ എന്തിൻ്റെയാണെന്നൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതിനകത്ത് റോങ് ഓപ്ഷൻ വരുന്നത് ഇതാണ്. വോൾട്ട് ഈക്വൽസ് വെബർ ഇൻറ്റു സെക്കൻഡ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വരുന്നില്ല, അത് റോങ് ഓപ്ഷനാണ്. ബി പാർട്ട് നോക്കൂ. Another important numerical from electromagnetic induction. The current in a coil of self-inductance 0.1 Henry varies from 2 ampere to 5 ampere in a time of 1 milliseconds ആണ്. മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. Find the induced EMF across the coil. അപ്പോൾ നമുക്ക് കറണ്ട് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കറണ്ട് 2 ആംപിയറിൽ നിന്നും ഫൈനൽ കറണ്ട് 5 ആംപിയറിലേക്ക് പോവുകയാണ്. അപ്പോൾ ചേഞ്ച് ഇൻ കറണ്ട് I1 - I2 നമുക്ക് എന്തോ കിട്ടി? -3 ആംപിയർ എന്ന് കിട്ടിയല്ലേ, 2 - 5. ടൈം എത്ര തന്നിരിക്കുന്ന? 1 millisecond ആണ്, അതായത് 10⁻³ മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. മൈക്രോ എന്ന് പറയുന്നത് 10⁻6 ആണ്.
മില്ലി സെക്കൻഡ്സ് 10⁻³ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.1. ഇത്രയും തന്നിട്ടുണ്ട്. I1 I2 DI TL തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് E ആണ്, ആവറേജ് EMF ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ ഇക്വേഷൻ? E = -L × DI/dt ആണ് നമ്മുടെ ഫാരഡേസ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ മൈനസ് ഇൻറ്റു L എന്ന് പറയുന്നത് 0.1 × -3/di, ചേഞ്ച് ഇൻ കറണ്ട് -3 അല്ലേ. -3/dt എത്രയാണ്? 10⁻³ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് നോക്കിക്കേ, 300 വോൾട്ട് ആണ്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളുക. എന്താണ് നമ്മുടെ ഇക്വേഷൻ? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫാരഡേസ് ഇക്വേഷൻ ആണ്. E = -L × DI/dt ആണ് ഇക്വേഷൻ, ഫാരഡേസ് ഇക്വേഷൻ കേട്ടോ. E = -dφ/dt നിന്ന് വരുന്ന ചോദ്യമാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനകത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പണ്ട് ചോദിച്ചിരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ. ഓക്കെ, അടുത്തത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിന് മുന്നേ ഞാൻ പറയാം, L സർക്യൂട്ട്, C സർക്യൂട്ട്, R സർക്യൂട്ട്, LCR സർക്യൂട്ട്, അതുപോലെ പവറിൻ്റെ ഇക്വേഷൻസ്, പിന്നെ ഓരോ സർക്യൂട്ടിലും പവർ എങ്ങനെ മാറുന്നു. അടുത്തത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ എനർജി ലോസസ്, അതിനകത്തു നിന്നുള്ള ഇക്വേഷൻ, ട്രാൻസ്ഫോമർ ഇക്വേഷൻ ES/EP = NS/NP = IP/IS എന്നുള്ള ഇക്വേഷൻ, അത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ്, പിന്നെ അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഒരു ചെറിയൊരു ഡെറിവേഷൻ. ഇത്രയും കാര്യങ്ങളാണ് AC നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട ടോപ്പിക്സ് കേട്ടോ. ഇനി നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കുക. സീരീസ് LCR സർക്യൂട്ട് കണക്റ്റഡ് ടു ആൻ AC സോഴ്സ് ഇസ് ഷോൺ ബിലോ. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ഇംപിഡൻസ് ഓഫേർഡ് ബൈ ദിസ് സർക്യൂട്ട്. ജസ്റ്റ് ഇക്വേഷൻ എഴുതാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് എന്നോടൊരു കുട്ടി ഡൗട്ട് ചോദിച്ചതാണ്, ഇംപിഡൻസ് എഴുതാൻ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ XL - XC എഴുതണോ, XC - XL എഴുതണോ, ഏത് എഴുതിയാലും കുഴപ്പമില്ല. ചിലപ്പോൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് VL > VC എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതുക. ഇനി VC > VL എന്ന് പറയുകയാണെങ്കിൽ XC - XL എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, അതേ ഉള്ളൂ. ഇനി XL എന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്തുവാണ്? XL = L⍵. XC എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/C⍵. കേട്ടോ, അതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. യെസ്. Then, under what condition this circuit is used for tuning radio? ഇതിപ്പോൾ റേഡിയോയുടെ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും, വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് LCR സർക്യൂട്ട്. അപ്പം അല്ലെങ്കിൽ ഇൻ ദ ട്യൂണിങ് സർക്യൂട്ട് ഓഫ് റേഡിയോ റിസീവേഴ്സ്, അങ്ങനെ എഴുതിയാൽ മതി. എൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വേണ്ട. അടുത്ത നോക്കുക. A transformer is used to change the alternating voltage to a high or low value. What is the principle of a transformer? എന്തുവാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. Mutual induction is the answer അല്ലേ. ഓക്കെ, a power transmission line feeds input power of 2300 volt. അപ്പം ഇൻപുട്ട് പവർ എന്ന് പറയുമ്പോൾ നമുക്ക് EP എന്ന് പറയുന്നത് 2300 വോൾട്ട് ആണ് അല്ലേ. To a step down transformer with primary windings തന്നിട്ടുണ്ട് 4000 turns ആണ്. What should be the number of turns in the secondary in order to get an output power of, അതായത് ES, ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ ES ആണ്, 230 വോൾട്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ് ഇക്വേഷൻ? ES/EP = NS/NP ആണ് അല്ലേ. അപ്പോൾ അതിനകത്ത് നിന്ന് NS = എന്താ കിട്ടുന്നത്? NP/VP × VS എന്ന് കിട്ടും. വാട്ട് ഇസ് ദ ആൻസർ? 400 turns. Next, the phasor diagram of the alternating voltage across an unknown device X and current flowing through it are shown below. Identify the device. അപ്പം ഇവിടെ Vയും Iയും ഒരേ ഫേസിലാണ്. അത് ഏത് സർക്യൂട്ടിലാണ് വരിക? R സർക്യൂട്ടിലാണ് അങ്ങനെ വരുന്നത് അല്ലേ. Draw the graphical variation of current and voltage with ω_t through this device. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം EMFൻ്റെ വാല്യൂ ഇതിങ്ങനെ വരയ്ക്കുക. ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് ഒരേ ഫേസിലാണ്. അപ്പോൾ ഇങ്ങനെ പോകും വിത്ത് 0, π, 2π, അങ്ങനെയാണ് ഇതിൻ്റെ ആംഗിള്. ഇവിടെ y ആക്സിസിൽ നമ്മൾ എന്തൊക്കെ എടുക്കുന്നു? EMFും കറണ്ടുമാണ് y ആക്സിസിൽ കൊടുക്കുന്നത്. Draw the phasor diagram which shows the relation among VR, VL, VC and I in a series LCR circuit. ഒരു സീരീസ് LCR സർക്യൂട്ടിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ചു. ഇതാണ് കറണ്ട്, VRും കറണ്ടും ഒരേ ഫേസിലാണ്. ഇനി ഇതെന്താണ്? VC ആണ്. VC എന്ന് പറയുന്നത് ലാഗ് ചെയ്യുന്നു, VL എന്ന് പറയുന്നത് ലീഡ് ചെയ്യുന്നു വിത്ത് കറണ്ട്. ഫേസർ ഡയഗ്രാം ഉണ്ടല്ലോ LCR സർക്യൂട്ടിൻ്റെ, അതാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്,
അറ്റ് റെസണൻസ് ഇൻ ആൻ LCR സർക്യൂട്ട് ദ EMF ആൻഡ് കറണ്ട് ആർ. EMFും കറണ്ടും ഒരു റെസണൻസിൽ EMFും കറണ്ടും എന്താണ് വരിക? ഒരേ ഫേസിലായിരിക്കും. ഔട്ട് ഓഫ് ഫേസ് ആണോ, ഹാവിങ് എ ഫേസ് ഡിഫറൻസ് ഓഫ് π/2 ആണോ, ഹാവിങ് എ ഫേസ് ഡിഫറൻസ് ഓഫ് π/6 ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വരുന്നത്? റെസണൻസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VLും VCയും ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ ആണ്. എന്ന് വെച്ചാൽ കറണ്ടും VR-ഉം ഒരേ ഫേസിലായിരിക്കും. സോ ദേ ആർ ഇൻ ഫേസ്. അടുത്തത്, ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് വിയുടെ ഇക്വേഷൻ, വിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ LCR സർക്യൂട്ട്. അപ്പോൾ നമുക്ക് LCR സർക്യൂട്ടിൽ നിന്നൊക്കെ എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം കേട്ടോ. ഇതാണല്ലോ LCR സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. അപ്പോൾ √of VR² + VL - VC the whole square ആണ് ഇക്വേഷൻ. നമുക്കിതിനകത്ത് കണ്ടാൽ തന്നെ അറിയാം ഇൻഡക്ടർ ആണ് കപ്പാസിറ്ററിനെക്കാട്ടിലും വാല്യൂ കൂടിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. V = √of VL - VC the whole square plus VR². That is equal to √of VL എത്രയാ? 600 minus 300 the whole square plus 400². ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 500 വോൾട്ട് ആണ് കിട്ടുക. എളുപ്പമല്ലേ? ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഡയറക്റ്റ് ആണ്, പക്ഷേ ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെക്കുക. ഇനി ചിലപ്പോൾ ഈ വാല്യൂവിന് പകരം നമുക്ക് തരുന്നത് ഇമ്പിഡൻസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ റെസിസ്റ്റൻസോ ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെ വാല്യൂ തരും. കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? ഇങ്ങനെ തരും. ഇങ്ങനെ തരുമ്പോൾ നമ്മൾ ഇതാ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്, ഇമ്പിഡൻസിൻ്റെ കേട്ടോ. അപ്പോൾ രണ്ടും മനസ്സിലായി. ഇത് എഫക്റ്റീവ് വോൾട്ടേജിൻ്റെ ഇക്വേഷനാണിത്. ഇത് നമ്മുടെ ഇമ്പിഡൻസിൻ്റെ ഇക്വേഷനാണ്. എന്താണ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്? ഒരു സർക്യൂട്ടിൽ ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇമ്പിഡൻസ്. ഇവിടെ Lഉം Cയും Rഉം ഉണ്ട്. അപ്പോൾ ഇവർ മൂന്നാളും കൂടെ കൊടുക്കുന്ന റെസിസ്റ്റൻസിനെയാണ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ എ സർക്യൂട്ട് ക്യാരിങ് എ ഐഡിയൽ കോയിൽ വിത്ത് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ദ പവർ ഡിസിപ്പേറ്റഡ് ഇസ് 0. ഒരു ഐഡിയൽ കോയിലാണ്. ഒരു ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടും അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടിൻ്റെയും പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നോ വർക്ക് ഇസ് ഡൺ. ഓക്കെ, ഇനി ഇമ്പിഡൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇക്വേഷൻ? എന്താ നോക്കൂ. Z = √of XL - XC the whole square plus R². √of XL എത്ര തന്നിരിക്കുന്നത്? കോയിലിൻ്റെ അവിടെ തന്നിരിക്കുന്നത് 15 മൈനസ് കപ്പാസിറ്ററിൻ്റെ അവിടെ 3 the whole square പ്ലസ് റെസിസ്റ്റൻസിൻ്റെ അവിടെ 5 അല്ലേ, പ്ലസ്. അപ്പോൾ ഇതാണ് കോയിൽ കേട്ടോ. ഇത് കപ്പാസിറ്ററാണ്, ഇത് റെസിസ്റ്ററാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ്? 13 ഓം എന്ന് കിട്ടും. അപ്പോൾ AC-യുടെ ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ അല്ലേ? 2017 മുതൽ 19 വരെ ചോദിച്ച ചോദ്യങ്ങളാണിത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നിങ്ങൾ പൊതുവേ പഠിക്കേണ്ടത് ഇതുപോലെ നമ്മുടെ എന്താണ് ഈ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ്. ആ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ യൂസ് ഫോർ ദ ഫോളോയിങ് പർപ്പസസ്? ഡയഗ്നോസ്റ്റിക് ടൂൾ ഇൻ മെഡിസിൻ എന്താണ്? എക്സ്റേസ്. കിൽ ജേംസ് ഇൻ വാട്ടർ പ്യൂരിഫയേഴ്സ്, അൾട്രാവയലറ്റ് റേസ്. സെല്ലുലാർ ഫോൺസിൽ റേഡിയോ വേവ്സ്. ഇൻ റിമോട്ട് സ്വിച്ചസ് ഇൻഫ്രാറെഡ്. ഈ 3ഉം 4ഉം ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു അല്ലേ? യെസ്. നെയിം ദ പാർട്ട് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം യൂസ്ഡ് ഇൻ റഡാർ സിസ്റ്റംസ്. എന്താണ്? റഡാർ മൈക്രോസ്കോപ്പാണ് ഉപയോഗിക്കുന്നത്. പ്രൊഡ്യൂസ് ബൈ ബോംബാർഡിംഗ് എ മെറ്റൽ ടാർഗറ്റ് ബൈ എ ഹൈ സ്പീഡ് ഇലക്ട്രോൺസ്. എക്സ്റേസ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എങ്ങനെയാണ്? ബൈ ദ ചാർജസ് ഇൻ ആക്സിലറേറ്റഡ് മോഷൻ. ചാർജസിനെ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വൈ ഓൺലി മൈക്രോവേവ്സ് ആർ യൂസ്ഡ് ഇൻ മൈക്രോവേവ് ഓവൻസ്? The frequency of microwaves is reflected to match the resonant frequency of water molecule, so that energy of waves is transformed to kinetic energy of molecules, which rises the temperature. ഈ മൈക്രോവേവ്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ വാട്ടർ മോളിക്യൂളിൻ്റെ റെസണൻറ്റ് ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. ആ സമയത്ത് എന്ത് സംഭവിക്കും? വേവ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഈ കൈനറ്റിക് എനർജി ആയിട്ട് മാറിക്കഴിയുമ്പോൾ കൈനറ്റിക് എനർജി കൂടുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടും. സോ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് മൈക്രോവേവിൻ്റെ വർക്കിംഗ്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് വാല്യൂ ഓഫ് എക്സ്റേസ് ഫ്രം ദ ഗിവൺ ടേബിൾ. ഇത് നമ്മുടെ ഇങ്ങനത്തെ വാല്യൂസ് പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേവ് ലെങ്തും ഫ്രീക്വൻസിയും നമ്മൾ പണ്ടൊക്കെ അത് പഠിക്കേണ്ടെന്ന് പറയുമായിരുന്നു. പക്ഷേ ഈ അന്ന് ചോദിച്ചതിന് ശേഷം പിന്നെ ഇപ്പം ഒരു അതെ ഈ ഒരു ടൈമിൽ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? മോഡലിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ വേവ് ലെങ്ത് 1 നാനോമീറ്ററും പിന്നെന്താണ് ഫ്രീക്വൻസി 3 × 10⁻17 ഹെർട്സ് ആണ് അപ്രോപ്രിയേറ്റ് വാല്യൂ ഓഫ് എക്സ്റേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റേ ഓപ്റ്റിക്സ് മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റിനകത്തുള്ള എല്ലാ ടോപ്പിക്സും നമ്മുടെ 2017 മുതൽ 19 വരെയുള്ള
ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരുവിധം ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലേ, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഓരോ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ തിയറി മാത്രം പഠിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ചെയ്ത് നോക്കണം എന്ന് പറയുന്നത്. കാരണം തിയറി മാത്രം പഠിച്ചാലും നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടില്ല. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എഴുതാനും എളുപ്പമായിരിക്കും. പിന്നെ ഒത്തിരി പേര് ഇങ്ങനെ ഭയങ്കര വിഷമത്തിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കുന്നത് മറന്നു പോകുന്നു. നിങ്ങൾ ആദ്യം തന്നെ ടെൻഷൻ കുറയ്ക്കുക. നമ്മൾ ടെൻസ്ഡ് ആയിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാലേ നമുക്കൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ കൂളാവുക, നമ്മൾ ആദ്യം റിലാക്സ്ഡ് ആവുക, നല്ലോണം ബ്രീത്ത് ചെയ്യുക, എന്നിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുക. ടെൻഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ കൂടുതൽ ഇങ്ങനെ എന്താ പറയുക, അയ്യോ അത് പഠിച്ചില്ല ഇത് പഠിച്ചില്ല, അപ്പോൾ ഏത് ചാപ്റ്റർ പഠിക്കണം, ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് നമുക്കൊന്നും പഠിക്കാൻ തോന്നുന്നില്ല. സ്ലോലി നമ്മൾ തന്നെ, ഇപ്പോൾ എല്ലാവരും സ്റ്റഡി പ്ലാനും അത് ഇതൊക്കെ തരുന്നുണ്ട്, പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത്. അതുപോലെ പഠിച്ച് തീർക്കുക. നാളെ ഒരു ദിവസം കൂടെ നിങ്ങൾ ഫിസിക്സിന് മാറ്റി വെക്കുക. ഇനിയിപ്പം ഒരു 3-4 ദിവസമല്ലേ ഉള്ളൂ ഇംഗ്ലീഷും ഫിസിക്സും. ഒരു 4 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ വലിയൊരു ടെൻഷൻ അങ്ങ് മാറുകയാണ്, ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ടെൻഷൻ അല്ലേ. അപ്പോൾ മിസ് അന്ന് പറഞ്ഞല്ലോ പ്രാക്ടിക്കൽസ് ഇങ്ങനെ തന്നെയാണ്, ഒത്തിരി പേര് ടെൻഷൻ അടിച്ചിട്ടൊക്കെ മെസ്സേജ് ഇട്ടു. പക്ഷേ പരീക്ഷ കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര കൂളായിരുന്നു. അതുപോലെ തന്നെ മിസ് പറയുകയാണ്, തിയറിക്കും നിങ്ങൾ യാതൊരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും ആയിരിക്കത്തില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നല്ലോണം ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് കിട്ടാത്തവർക്കായിട്ട് വീണ്ടും ടെലഗ്രാം ലിങ്ക് കൊടുക്കുന്നു, അതിനകത്ത് നോട്ട്സ് കൊടുക്കുന്നുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ അതിനകത്തേക്ക് അയക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് റേ ഓപ്റ്റിക്സ് മുതലുള്ളത് നാളെ നമുക്ക് വീഡിയോ റെഡിയാക്കി തരാം. ഓക്കെ, അപ്പം ഇത് ഇത്രയും പഠിക്കുക, ടെൻഷനൊന്നും ഇല്ലാണ്ട് പഠിക്കുക, കൂളായിട്ട് പഠിക്കുക. ബൈ, താങ്ക് യു.